ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. രാവിലെ കണ്ണു തുറന്ന് വന്നപ്പോൾ തന്നെ ഈ ഒരു സാധനത്തിനെ കേട്ടോ കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ തട്ടിക്കുട്ടി റോസ്റ്റ് ആക്കാനുള്ള പരിപാടിയാണെന്ന്. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാതെ ഞാനും വിചാരിച്ചു. ഫോർ ഒരു കൈൻഡ് ഇൻഫർമേഷൻ ഗൈസ്, ഇത് എൻ്റെ റെസിപ്പി അല്ല, ഇത് ഇവിടുത്തെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സവാള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എന്നിവയൊക്കെയാണ്. സവാള നമുക്ക് കുറച്ച് മതി, എന്നാൽ ഉള്ളി കുറച്ചധികം വേണ്ടി വരും. ആദ്യം തന്നെ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ച ഉള്ളിയും വെള്ളുള്ളി, ഇഞ്ചി നമ്മൾ ഇതുപോലെ കല്ലിലിട്ട് ഇടിച്ച് പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കി മീൻസ് ഒരു അരഞ്ഞ പരുവത്തിലെടുക്കുക. അതിനുശേഷം തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ പച്ചമുളകും കൂടി അരിഞ്ഞു കഴിഞ്ഞതിൽ ആഡ് ചെയ്യേണ്ട വെജിറ്റബിളിൻ്റെ പരിപാടി ഇവിടെ കഴിയും. ഇനി നമുക്ക് ചൂടായൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും സവാള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ നമ്മൾ വാട്ടിയെടുക്കുക. കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അത് മൂടി മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ സവാളയൊക്കെ ഒന്ന് വെന്ത് വരും. അതിനുശേഷമാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യേണ്ടത്. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. അതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് 1 by 1 ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഡ്രൈ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ ഇതിലേക്കിടുക. അതിനുശേഷം നമ്മുടെ ഞണ്ട് കുട്ടന്മാരുടെ മേത്തേക്ക് നല്ല രീതിയിൽ മസാല അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. ദെൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് മൂടി വെച്ച് നല്ല രീതിയിൽ പറ്റിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി വരുന്നത്. എനിക്കറിയില്ല, പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.